ഉമ തോമസ് എം.എൽ.എ. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ഉമ തോമസ്, പൾസർ സുനിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. അനന്തമായി വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് നീതീകരിക്കാനാവില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശത്തെ, ഈ ഒരു ജാമ്യം നൽകാനുള്ള തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ എന്റെ ആശങ്ക ഇതില് പ്രോസിക്യൂഷൻ ഗൗരവതരമായിട്ട് ഈ കേസിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. 2-3 മാസം മുമ്പ് നമ്മുടെ നടി തന്നെ ട്വിറ്ററിൽ ഇതിനെക്കുറിച്ച് അവരുടെ ഹാഷ് കോഡ് 3 പ്രാവശ്യം മാറിയതായിട്ടും അത് അസമയങ്ങളിൽ ഇത് തുറന്നിട്ടുള്ളതായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രതികരിച്ചപ്പോൾ ഇതിന് ഒരു ന്യായമായിട്ടുള്ള വിധി ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ആശങ്കയോടുകൂടിയാണ് ആ കുട്ടി അന്ന് പ്രതികരിച്ചിരുന്നത്. അപ്പൊ ഞാൻ അത് തന്നെയാണ് ഭയപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പൾസർ സുനിയെ പോലെ ക്രിമിനൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ സംരക്ഷിക്കേണ്ടത് ആ നടിയെ തന്നെ ആയിരിക്കണം. നടിയുടെ ഒരു സംരക്ഷണം പോലീസ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സുപ്രീം കോടതിയുടെ വിധി തീർച്ചയായിട്ടും നമ്മളുടെ പ്രോസിക്യൂഷന്റെ ഇടപെടലിലുള്ള വീഴ്ചയിൽ തന്നെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായത്. 7.5 വർഷക്കാലം ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനും ഇതിനൊരു വിചാരണ പോലും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യമാണ്. പി.ടി. തോമസ് ആ രാത്രിയിൽ അന്ന് ആ കേസിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരള ജനത ഈ വിവരം പുറത്തറിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരു അച്ഛന്റെ വാത്സല്യത്തോടെ ആ കുട്ടിക്ക് ധൈര്യവും ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല, അതിന് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് IG-യെ നേരിട്ട് വിവരം അറിയിക്കുകയും അദ്ദേഹത്തിനോട് ഫോണിൽ സംസാരിക്കാനായിട്ട് ആ കുട്ടിയുടെ ഫോൺ കൊടുക്കുകയും പി.ടി. തോമസിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ആ കുട്ടി അന്ന് സംസാരിച്ചത്. അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. നീതി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഈ കേസിലെ പ്രോസിക്യൂഷൻ വളരെ ബാലിശമായിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീമതി ഉമ തോമസ്, ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്, അതായത് ഇപ്പോൾ പൾസർ സുനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ അതിജീവിതയുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയാകും. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ അത് പ്രചരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം വാദങ്ങൾക്കെല്ലാം കോടതി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇത്രയും കാലം, അതായത് 7.5 വർഷത്തോളം ഒരാളെ ജയിലിൽ കിടത്തുന്നത് നീതീകരിക്കാനാവില്ല എന്ന മറുപടിയായിരുന്നു ഇതിന് സുപ്രീം കോടതി നൽകിയ മുന്നോട്ട് വെച്ച മറുപടി. അത് തന്നെയാണ് ഞാനും പറയുന്നത്. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുമെന്നും പോലും നമുക്ക് സംശയമാണ്. അപ്പൊ ഈ 7.5 വർഷക്കാലം എന്തുകൊണ്ട് ഈ വിചാരണ നീട്ടി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശ്രീമതി ഉമ തോമസ്, ഇപ്പോൾ വ്യവസ്ഥകൾ രൂപീകരിക്കാനായിട്ട്, ജാമ്യ വ്യവസ്ഥകൾ രൂപീകരിക്കാനായിട്ട് വിചാരണ കോടതിയാണ് സുപ്രീം കോടതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഇനി വിചാരണ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്നുള്ളത് പുറത്തു വരുമ്പോഴേ അറിയുള്ളൂ. ഇതുപോലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പോ അങ്ങനെ ഉള്ളപ്പോ ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻ എത്ര ലാഘവത്തോടു കൂടിയായിരിക്കും തീരുമാനിക്കപ്പെടുക എന്നുള്ളത് അറിയില്ല. എന്തായാലും നടിക്ക് ഒരു പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്രീമതി ഉമ തോമസ്, എന്തുകൊണ്ടാണ് വിചാരണ ഇത്രത്തോളം വൈകുന്നത് എന്നതിന്റെ മറുപടിയായി സംസ്ഥാന സർക്കാർ പറഞ്ഞത് പ്രതിഭാഗമാണ് വിചാരണ ഇത്രത്തോളം വൈകിപ്പിക്കുന്നത്, പ്രതിഭാഗമാണ് വിചാരണ ഇത്രത്തോളം നീട്ടിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിൽ? ഞാനത് പ്രഡിക്റ്റ് ചെയ്യാൻ തയ്യാറല്ല. നമ്മൾക്ക് കാത്തിരുന്ന് കാണാമെന്നേ എനിക്ക് പറയാൻ വയ്യ. വളരെ നന്ദി ശ്രീമതി ഉമ തോമസ്, താങ്കളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.